മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നത് തങ്ങളെക്കാൾ നന്നായി വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയും നല്ല വ്യക്തികളായി സമൂഹത്തിൽ രൂപപ്പെടുത്തിയെടുക്കാനും ഒക്കെയാണ്. അത്തരത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ സമൂഹത്തിൽ മാന്യമായും മറ്റ് ക്രൈമുകളിലൊന്നും ഏർപ്പെടാതെയും ജീവിക്കും. എന്നാൽ ചില മാതാപിതാക്കൾക്ക് മക്കളുടെ സാമ്പത്തിക ലാഭം മാത്രമാണ് ലക്ഷ്യം. മാതാപിതാക്കളും ആ വഴിയെ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അത്തരം വഴികളിലൂടെ സഞ്ചരിക്കുന്ന മാതാപിതാക്കൾ മക്കൾക്ക് പകർന്നു നൽകുന്ന പാഠം ഏതു വിധേനയും പണം ഉണ്ടാക്കണം എന്ന് തന്നെയാണ്. സ്വന്തം അധികാരം ദുർവിനിയോഗം ചെയ്താണെങ്കിലും അത്തരത്തിൽ പണമുണ്ടാക്കാൻ മക്കളെ പ്രേരിപ്പിക്കുന്ന മാതാപിതാക്കളുണ്ട്. അത്തരത്തിലൊരു മാതാപിതാവാണോ പിണറായി വിജയനും പിണറായി വിജയന്റെ ഭാര്യ കമലയുമെന്ന് നമുക്ക് സ്വാഭാവികമായി സംശയം തോന്നാം. നമുക്കറിയാം, സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. ഈ എഞ്ചിനീയറിംഗ് എങ്ങനെ കിട്ടി, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. കേരളത്തിലെ തെരുവോരങ്ങളിൽ സ്വാശ്രയ കോളേജിനെതിരെ കുട്ടി സഖാക്കന്മാരെ കൊണ്ട് സമരം നടത്തിക്കുമ്പോൾ മകൾ സ്വാശ്രയ കോളേജിലാണ് പഠിച്ചത് എന്നിടത്ത് തന്നെ ആ ഇരട്ടത്താപ്പ് വ്യക്തവുമാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരപ്രകാരം വീണ വിജയന്റെ കമ്പനിക്ക് വഴിവിട്ട സഹായങ്ങൾ മുഖ്യമന്ത്രി, അതായത് വീണ വിജയന്റെ പിതാവായ മുഖ്യമന്ത്രിയുടെ ചില താല്പര്യപ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില കമ്പനികൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ചെയ്യാത്ത സേവനത്തിന് 2 കോടിയോളം രൂപ കിട്ടുന്ന രീതിയിലേക്ക് 2,72,00,000 രൂപ ഒരു സേവനവും ചെയ്യാതെ കരിമണൽ കമ്പനിയിൽ നിന്ന് വാങ്ങിയെടുത്തിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഒരു കടലാസ് കമ്പനി, നമ്മൾ ആദ്യം മുതൽ തന്നെ പറഞ്ഞതാണ്, എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയെ സംബന്ധിച്ച് വളരെ ക്രമാനുഗതമായി വളരേണ്ട ഒരു സ്ഥാപനം വളരെ പെട്ടെന്ന് ഒരു വലിയ വളർച്ചയെ അഭിമുഖീകരിച്ചു, അല്ലെങ്കിൽ ഒരു വലിയ വളർച്ച ആ കമ്പനിക്കുണ്ടായി. ഇത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നേരത്തെ ചർച്ച ചെയ്തതാണ്. എന്തുകൊണ്ടാണ് ഈ കമ്പനി അതിവേഗത്തിൽ വളർന്നതിനെ സംബന്ധിച്ച് ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ കൃത്യമായ തെളിവുകളാണ് ROC കണ്ടെത്തിയിരിക്കുന്നത്. രജിസ്ട്രേഷൻ ഓഫ് കമ്പനി കണ്ടെത്തിയതനുസരിച്ച് 1,72,00,000 ആയിരുന്നെങ്കിൽ പിന്നീട് SFIയുടെ അന്വേഷണം വന്നതോടുകൂടി അത് 2,72,00,000 മാറിയിരിക്കുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ED കൂടി വീണയുടെ കമ്പനിയുടെ ഇടപാടുകളിലേക്ക്, ആ ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക്, വീണ വിജയന്റെ അന്വേഷണത്തിലേക്ക്, അല്ലെങ്കിൽ വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട അതിലെ ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള അന്വേഷണം, കള്ളപ്പണം വെളുപ്പിച്ചോ എന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകുന്നു. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സ്വന്തം മക്കളെ നമുക്കറിയാം, വീരപ്പൻ പോലും, കാട്ടുകള്ളൻ വീരപ്പനെ കുറിച്ച് ആർക്കാണ് അറിയാത്തത്? കാട്ടുകള്ളൻ വീരപ്പന്റെ മകൾ അഭിഭാഷകയാണ്. അപ്പം നമുക്കറിയാം, കാട്ടുകള്ളനായ വീരപ്പൻ പോലും അയാളുടെ മകളെ അയാൾ ചെയ്തിരുന്ന പ്രവൃത്തിയിലേക്ക് വിട്ടിരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തന്റെ മകളെങ്കിലും, താൻ കാട്ടുകള്ളനായി പോയെങ്കിലും, താൻ കള്ളനാണെങ്കിലും തന്റെ മകളെങ്കിലും നല്ല നിലയിലേക്ക് വരണമെന്ന് തീർച്ചയായും ആ പിതാവ് പോലും ആഗ്രഹിച്ചിട്ടുണ്ട്. അവിടെയാണ് പിണറായി വിജയൻ എന്ന പിതാവിനെ കുറിച്ച് സംശയം ഉയരുന്നത്. അദ്ദേഹം എന്തുകൊണ്ടാണ്, പണം മാത്രമാണോ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണോ തൊഴിലാളികളുടെ പേര് പറഞ്ഞ് തൊഴിലാളികളെ ഇന്നും അവരെ തൊഴിലാളികളായി തന്നെ നിലനിർത്തിക്കൊണ്ട് അവരൊരിക്കലും നന്നാവരുത്, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു തൊഴിലാളിയുടെ വിഷയങ്ങളും ഇന്ന് CPM അഡ്രസ്സ് ചെയ്യുന്നില്ല. CPMന്റെ പ്രശ്നങ്ങളിൽ നമുക്ക് ആശാവർക്കർമാർ നടത്തുന്ന സമരത്തെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇപ്പോൾ ഈ ആശാവർക്കർമാരുടെ സമരത്തെ പരിഹസിക്കുന്ന രീതിയാണ് CPMനുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ തൊഴിലാളി വർഗ പ്രേമം പറഞ്ഞുകൊണ്ട് മുതലാളിത്തത്തിന്റെ വക്താവായി മാറിയ പിണറായി വിജയനെ പോലുള്ള ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മകളെയും ശതകോടീശ്വരിയാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു എന്നുള്ളതാണ്. അതിന്റെ ഫലമാണ് കരിമണൽ കർത്തയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട്, കരിമണൽ കർത്തയെ നമുക്ക് ഇവർക്കും അറിയാം, കരിമണൽ കർത്തയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടുണ്ടായ ചില ക്രമക്കേടുകൾ, ആ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് മകൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലേക്കോ അല്ലെങ്കിൽ കേസിലോ ഒക്കെ അകപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, ഈ കേസിൽ ആദ്യം SFI അന്വേഷിക്കുന്ന ഈ കേസിൽ ഒരുപക്ഷെ അറസ്റ്റിനുള്ള സാധ്യതകൾ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഒന്ന്, കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് കുറ്റപത്രം സമർപ്പിക്കുക. രണ്ട് കമ്പനികൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് CPMന് അതിനെ ന്യായീകരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ 2 കമ്പനി എന്നതിനപ്പുറത്തേക്ക് ഒരു പൊതുമേഖലാ സ്ഥാപനം കൂടി അതിലേക്ക് വന്നതോടുകൂടി അത് കമ്പനി കാര്യമല്ല എന്ന രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വീണ ഈ കേസിൽ പ്രതിയാകുന്നത്. അതിനുശേഷം ഇപ്പോൾ ED കൂടി എത്തുമ്പോൾ ഇനി അധികകാലം വീണയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. രാഷ്ട്രീയ പ്രതിരോധം തീർക്കുമെന്ന പ്രസ്താവനകൾ പോലും, MABയുടെ പ്രസ്താവന വന്നിട്ടുണ്ട്, രാഷ്ട്രീയ പ്രതിരോധമാണ് തീർക്കാൻ പോകുന്നതെന്ന്. അതായത് ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടിയിട്ട് കാര്യമില്ല.
അഴിമതി കാണിച്ചാൽ അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിച്ചാൽ, അഴിമതി കാണിച്ചാൽ CBI വരും, കള്ളപ്പണം വെളുപ്പിച്ചാൽ ED വരും, കമ്പനി കാര്യങ്ങളിൽ കൃത്യത കാട്ടിയില്ലെങ്കിൽ SFIO വരും. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് എത്രമാത്രം രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചാലും CPM ശ്രമിച്ചാലും വിയർക്കേണ്ടി വരുമെന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യമില്ല. ഏതായാലും പിണറായി വിജയന്റെ മകളെ കൊണ്ടുവന്ന് എത്തിച്ചത് വലിയൊരു കുഴിയിലേക്കാണ്, ഒരു വലിയ കെണിയിലേക്കാണ്. പണമുണ്ടാക്കാനുള്ള മാർഗമായി അല്ലെങ്കിൽ മോളെ ശതകോടീശ്വരിയാക്കാനുള്ള മാർഗമായി ഉപയോഗിച്ചതാണെങ്കിൽ പോലും അറവനാഴി കുഴിയിലേക്ക് വീണുപോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ വീണ വിജയന്റെ മുന്നിലുള്ളത്.